നമസ്കാരം. നമ്മൾ ദിവസവും കാണുന്ന വാർത്തകളിൽ പലതും നമ്മളെ ചിന്തിപ്പിക്കാറുണ്ട്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ ഒരു സംഭവമാണ് യൂട്യൂബർ അഖിലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ലക്ഷങ്ങൾ വരുമാനം, സൗന്ദര്യം, ലക്ഷറി ജീവിതം, ആയിരക്കണക്കിന് ആരാധകർ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇതെല്ലാം കണ്ടാൽ തോന്നും ഇവരൊക്കെ എത്ര ഭാഗ്യമുള്ളവന്മാരാണെന്ന്, ഇവർക്ക് എന്തിൻ്റെ കുറവാണ് ഉള്ളത് എന്ന്. ഈ ഒരു സംഭവം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയുമോ? പണവും ബാങ്ക് ബാലൻസും പുറമേയുള്ള സൗന്ദര്യവും കൊണ്ട് മാത്രം ഒരിക്കലും ഒരാൾക്ക് ജീവിതത്തിൽ മനസമാധാനവും സന്തോഷവും വാങ്ങാൻ കഴിയില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഖിലിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചല്ല, മറിച്ച് ഈ സംഭവത്തിൽ നിന്നും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പഠിക്കേണ്ട വലിയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമതായി പറയാനുള്ളത്, പണം സൗകര്യങ്ങൾ തരും, പക്ഷേ സന്തോഷം തരില്ല. നമ്മളിൽ പലരും വിചാരിക്കുന്നത് കൈകളിൽ നിറയെ പണവും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ജീവിതം ഹാപ്പിയാകും എന്നാണ്. പണം തീർച്ചയായും ആവശ്യമാണ്, അത് ജീവിത സൗകര്യങ്ങൾ തരും. എന്നാൽ പണം കൊണ്ട് ഒരാളുടെ ഹൃദയം, സത്യസന്ധത, സ്നേഹം, മനസമാധാനം എന്നിവ വാങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ പങ്കാളിക്ക് കൊടുക്കാൻ ലോകത്തിലെ ഏറ്റവും വില കൂടിയ സാധനങ്ങൾ നിങ്ങളുടെ പക്കൽ ഉണ്ടായേക്കാം, പക്ഷേ പരസ്പരമുള്ള മനസ്സിലാക്കലും തൃപ്തിയും സത്യസന്ധതയും ഇല്ലെങ്കിൽ ആ ബന്ധം ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴും. ആഡംബര വീട്ടിൽ കിടന്നുറങ്ങുന്നതിനേക്കാൾ സന്തോഷം സമാധാനമുള്ള ഒരു ചെറിയ വീട്ടിൽ ജീവിക്കുന്നതിനാണ്. രണ്ടാമതായി, സൗന്ദര്യം താൽക്കാലികമാണ്, സ്വഭാവമാണ് പ്രധാനം. രണ്ടാമത്തെ കാര്യം സൗന്ദര്യമാണ്. പുറമേയുള്ള ഭംഗി കൊണ്ട് പ്രണയിക്കുന്നവരും ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സൗന്ദര്യം എന്നത് കാലക്രമേണ മാറുന്ന ഒന്നാണ്. ഒരു നല്ല പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത് അവരുടെ ലുക്ക് നോക്കിയല്ല, മറിച്ച് അവരുടെ സ്വഭാവവും മൂല്യങ്ങളും പ്രതിസന്ധികളും ഒപ്പം നിൽക്കാനുള്ള മനസ്സും നോക്കിയാണ്. നിങ്ങളുടെ പണവും പ്രശസ്തിയും സൗന്ദര്യവും കൊണ്ട് ഒപ്പം നിൽക്കുന്ന ആളുകളല്ല പ്രധാനം, നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ മനസമാധാനം തരുന്ന ആളുകളാണ് പ്രധാനം. ഈ വിഷയത്തിൽ അഖിൽ എന്ന വ്യക്തിയെടുത്ത നിലപാട് നമ്മൾ കാണണം. സ്വന്തം ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു വഞ്ചനയും കവർച്ചയും ഉണ്ടായിട്ടും പ്രതികാര ബുദ്ധിയോടെ സംസാരിക്കാനോ തെരുവിൽ ചെളിവാരി എറിയാനോ അദ്ദേഹം നിന്നില്ല. അവൾ പോയെങ്കിൽ പോകട്ടെ, ആ അധ്യായം ഇവിടെ കഴിഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെയാണ് നമ്മൾ ആത്മധൈര്യം എന്ന് വിളിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ വിശ്വസിച്ചവർ നമ്മളെ വഞ്ചിച്ചേക്കാം, എന്നാൽ അവിടെ തകർന്നു പോകരുത്. ഒരു അധ്യായം അടഞ്ഞാൽ അടുത്ത അധ്യായം ആരംഭിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എപ്പോഴും പണത്തിനും പദവിക്കും സൗകര്യത്തിനും പുറകെ മാത്രം ഓടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടോ, സമാധാനം നൽകുന്ന മനുഷ്യരുണ്ടോ എന്ന് നോക്കുക. എഴുന്നേൽക്കുക. നിങ്ങളെ അർഹിക്കാത്തവർ ഇറങ്ങിപ്പോയെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ വരാനുണ്ട് എന്നാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.